ഖുദൂഹു ഫഗുല്ലൂഹു അറിയില്ലേ, അവനെ പിടികൂടൂ, ചങ്ങലകളിൽ അവനെ ബന്ധനസ്ഥനാക്കൂ. സുമ്മൽ ജഹീമ സല്ലൂ, എന്നിട്ട് നിങ്ങൾ അവനെ നരകാഗ്നിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു പറയുന്നില്ലേ. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിതം, അതായത് ജീവിതം എന്ന അർത്ഥത്തിലുള്ളൊരു ജീവിതമില്ല, എന്നാൽ ഈ ശിക്ഷൻ്റെ കാഠിന്യം കൊണ്ട് ഇവനൊന്ന് മരിച്ചു പോവും, അതുമില്ല. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളും മനുഷ്യരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുമ്മ ഖീല ലഹും, എന്നിട്ട് അവരോട് ചോദിക്കപ്പെടും, ഐനമാ കുൻതും തുശ്രികൂൻ, നിങ്ങൾ പ്രപഞ്ച സൃഷ്ടാവിൽ പങ്കു ചേർത്തുകൊണ്ടിരുന്ന പങ്കുകാരെവിടെ പോയി? ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്, അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, സൂറത്തു ഗാഫിറിലെ 66 മുതൽ 68 വരെയുള്ള ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കി. ഹുവല്ലദീ യുഹ്യീ വയുമീത്ത്, ലാസ്റ്റ് എടുത്ത ആയത്ത് ഹുവല്ലദീ യുഹ്യീ വയുമീത്ത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാകുന്നു. കാരണം എന്താ? മനുഷ്യർക്ക് അതിൽ യാതൊരു കൈകടത്തലും ഇല്ല. മനുഷ്യർ ഇന്നോ നാളെയോ മരിക്കുമെന്ന് വിധി എഴുതിയ ആളുകൾ വർഷങ്ങളോളം ജീവിക്കുന്നു. ഒരുപാട് കാലം ജീവിച്ചിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവർ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു. അതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എപ്പോഴാണോ ഒരു മനുഷ്യന് മരണം നിശ്ചയിച്ചത് ആ സമയത്ത് ആ കാരണത്താൽ അവൻ മരണപ്പെടും. എപ്പോഴാണോ അപ്പം ഈ ലോകത്തുനിന്ന് അവന് വിട പറഞ്ഞു പോകും. ഒരു ചെറിയൊരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കുകയില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ട്, ഞങ്ങളുടെ ഒരു അയൽവാസി, അദ്ദേഹം എൻ്റെ അനിയൻ്റെ വിവാഹം ഉണ്ടായിരുന്ന ദിവസം അദ്ദേഹം വന്നു. അല്ലാഹു യഗ്ഫിർ ലഹു വയർഹം. അദ്ദേഹം വന്നു, വിവാഹത്തിൽ പങ്കെടുത്തു. അവിടുന്ന് അദ്ദേഹം വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയും ഉണ്ട്. ഭാര്യയും വിവാഹത്തിന് വന്നു, അദ്ദേഹം വന്നു, വീട്ടിൽ പോയി. അവിടുന്ന് ഉമ്മാനെയും കൂട്ടി അവർ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, പെങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പെങ്ങളെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് എന്ത് ചെയ്യണം, കയറ്റം കയറണം. അപ്പോൾ ഇവർ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഒരു ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മനെയും കൂട്ടി പെങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഈ ഓട്ടോ മുകളിലോട്ട് കയറുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഉമ്മക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഉമ്മ ഇതിരിക്കട്ടെ. ഇദ്ദേഹം ഭാര്യ ഈ ഓട്ടോന്ന് എന്ത് ചെയ്ത് ഇറങ്ങിയിട്ട് അവിടെ പുറത്ത് നിന്നു. ഈ ഓട്ടോ ഉമ്മനും വെച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കയറിയില്ല. ഓട്ടോ ബാക്കോട്ട് വന്നു. ബാക്കോട്ട് വന്നപ്പം ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഈ ഭാര്യ പെട്ടെന്ന് മാറി. ഇദ്ദേഹത്തിന് മാറുമ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കാലിൻ്റെ ഭാഗത്ത് ഈ ഓട്ടോ ഇടിച്ചു. വേദന, നല്ല വേദന ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് പുറത്തേക്ക് ബ്ലഡ് ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അപ്പം തന്നെ അവർ ആ ഓട്ടോ തന്നെ കയറ്റിയിട്ട് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അങ്ങോട്ട് ഇദ്ദേഹം സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഇവർ നടന്നിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഇങ്ങനെ ചാടി ആ കാല് നിലത്ത് കുത്താൻ വയ്യ, പക്ഷെ മറ്റേ കാലിന് കുഴപ്പമില്ല. അങ്ങനെ കൊക്കിച്ചാടി അദ്ദേഹം ഹോസ്പിറ്റലിൽ കയറുന്നു. അവിടുന്ന് അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർ വിചാരിച്ചെന്ത്, ഇതത്ര സീരിയസ് അല്ല, ബ്ലഡോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും, പുറത്തേക്ക് ബ്ലഡൊന്നുമില്ല. അപ്പം നോക്കാം, അതിനേക്കാൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ സീരിയസ് ആയ കേസുണ്ട്. അള്ളാഹു ആല എന്താണെന്നറിയില്ല. അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു അപാകത, അത്ര അവരെ പ്രതീക്ഷിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. കുടുംബമോ ആരും ഇദ്ദേഹത്തിനൊരു മരണം സംഭവിക്കാൻ വരുന്നൊരു കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പോലും അന്ന് രാവിലെ കണ്ട മനുഷ്യൻ വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം ഈ കാരണത്താൽ അദ്ദേഹം അന്ന് അവിടെ വെച്ചിട്ട് മരണപ്പെടാം. പ്രത്യേകിച്ച് ഇനിയൊരു മരിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ആക്സിഡൻറ്റ് പോലും ഉണ്ടായിട്ടില്ല.
ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ സമയം എപ്പോഴാണോ പടച്ചോൻ നിശ്ചയിച്ചത് ആ സമയത്തുമ്പോൾ അവന് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോകും. അതിന് അപ്പം എന്തെങ്കിലും കാരണം ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് നിന്ന് ലാ തസ്തഖ്ദിമൂന സഅതൻ വലാ തസ്തഅഖിറൂൻ, ഒന്ന് മുന്നോട്ടോ ഒന്ന് പിന്നോട്ടോ ഉണ്ടാകുകയില്ല. അപ്പം മാത്രമല്ല അവൻ ഒരു കാര്യം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതപ്പോൾ ഉണ്ടാകുന്നു. പ്രാപഞ്ചികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒന്ന് ജീവിതം, മരണം, അതുപോലെ ഇതിനു മുൻപ് ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം, മറ്റൊരാളെയും ആരാധിക്കരുത് എന്നതിൻ്റെ ന്യായങ്ങൾ മൊത്തം പറഞ്ഞു. ഇനി നോക്ക്, അതിൽ മനുഷ്യനെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു, ആ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചാണ്. ഇനി അള്ളാഹു തആല പറയാണ്, അലം തറ, നീ കണ്ടില്ലയോ? ചോദ്യം, അലം തറ, നീ കണ്ടില്ലയോ എന്നുള്ള ചോദ്യം എന്തിനാ? കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കാനല്ല, ആ കണ്ട കാര്യത്തെ എടുത്തു സൂചിപ്പിച്ച് പറയാണ്. അതായത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഈ ആയത്ത് വചനം കേൾക്കുന്ന ആളുകളൊക്കെ ഈ കാര്യത്തിന് സാക്ഷിയാണ്. അതാണ് അലം തറ ഇലല്ലദീന യുജാദിലൂന ഫി ആയാത്തില്ലാഹി അന്നാ യുസ്റഫൂൻ. അള്ളാഹുവിൻ്റെ റസൂലെ, പ്രവാചകരെ, താങ്കൾ കാണുന്നില്ലേ? ഇലല്ലദീന യുജാദിലൂന, ആരെ? തർക്കിക്കുന്ന മനുഷ്യന്മാരെ, ജിദാല് നടത്തുന്ന തർക്കിക്കുന്ന മനുഷ്യന്മാരെ. ഒരു കാര്യത്തെ അംഗീകരിക്കാതെ തർക്കിക്കുന്നതിനാണ് എന്ത് പറയുക? ജിദാൽ, തർക്കിക്കുക, നിഷേധാത്മകമായി തർക്കിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവയിൽ വിശ്വസിക്കാതെ തർക്കിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടില്ലേ? ഈ ആയാത്തുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. ഏതാ? ഒന്ന് കൗനീയ, പ്രാപഞ്ചികം, അല്ലേ? അഖ്ല് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയതാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ കൺമുന്നിൽ ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കാവുന്ന, കാണാവുന്ന അസംഖ്യം വരുന്ന ദൃഷ്ടാന്തങ്ങൾ. അവിടെ അത് പറഞ്ഞുതരാൻ, പഠിപ്പിച്ചു തരാനും ഒരാളില്ലെങ്കിൽ മനുഷ്യന് പടച്ചറപ്പ് കൊടുത്ത ബുദ്ധിയിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, അതാണ് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ. രണ്ടാമത്തത് ആയാത്തുല്ലാഹി ഷറഈയ, ഷറഈയായ അള്ളാഹുവിൻ്റെ ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അതേപോലെ തന്നെ പ്രവാചകനിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ്? ഷറഈയായ അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. അതിൽ നിന്നും അന്നാ യുസ്റഫൂൻ, അവരെങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത് എന്ന്. അതായത് ഇത്രയും ലളിതമായൊരു മനുഷ്യന് തൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് അന്നാ യുസ്റഫൂൻ, എങ്ങനെയാണ് അവർ വഴിതെറ്റിപ്പോകുന്നത്? ഇതിനാണ് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, അത്തഅജ്ജുബു വൽ ഇൻകാർ എന്ന് പറയും അറബി ഭാഷയിൽ. അത്തഅജ്ജുബു വൽ ഇൻകാർ, അത്ഭുതപ്പെടുക, എങ്ങനെ അത് സംഭവിക്കുക. രണ്ടാമത്തത് അവരാ ചെയ്തത് ശരിയായില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുക, എങ്ങനെയാണ് വഴി തെറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴി തെറ്റിയതിനെ ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്ന അർത്ഥത്തിലുള്ളൊരു പ്രയോഗം. അല്ലാതെ എങ്ങനെയാണ് വഴി തെറ്റുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കല്ല, എങ്ങനെയാണ് വഴി തെറ്റിപ്പോകുന്നത് എന്നുള്ള അത്ഭുതമാണ്. കാരണം എന്താ? ഇത്രയും ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് പ്രാപഞ്ചികമായി അവരുടെ മുന്നിൽ മനുഷ്യൻ്റെ ഒരു കൈകടത്തലുകളും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ, സംഭവ വികാസങ്ങൾ, ഭൂമിയുടെ സൃഷ്ടിപ്പ്, ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ്, അവയുടെ നിയന്ത്രണം, അതേപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരം, ആ മനുഷ്യൻ്റെ എന്താ പറയുക, അവൻ ജനിക്കുന്നതിന് മുൻപുള്ള ഘട്ടങ്ങൾ തുടങ്ങി ഓരോന്നും പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ അവൻ്റെ മുന്നിൽ നിൽക്കുക. എന്നിട്ടും സൃഷ്ടാവിനെ അംഗീകരിക്കാൻ സാധിക്കാതെ വഴിതെറ്റി പോകണമെങ്കിൽ അതൊരു അത്ഭുതം തന്നെ. അതായത് ഒരിക്കലും അത് അംഗീകരിക്കാനും സാധിക്കുകയില്ല എന്നർത്ഥം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് എന്ത് അഭിസംബോധന? അലം തറ. വിശുദ്ധ ഖുർആനിൽ ഒന്ന് അഭിസംബോധന ഖിതാബ് എന്ന് പറയാം, ഖിതാബ്. ഒന്ന് അൽ ഖാസ് ബി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് ഖാസായത്. ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്, അലം നശ്റഹ് ലക സദ്റക്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേക്ക് നാം അങ്ങയുടെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലയോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസായ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഒരു ഖിതാബാണ്. ഇവിടെ അലം തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഖിതാബാണ്. പക്ഷെ അതേസമയം സത്യവിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും ഉള്ള പൊതുവായൊരു പാഠത്തെക്കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഈ നിഷേധിക്കുന്ന ആളുകൾ, ഇപ്പോൾ ദൈവത്തെ അല്ലെങ്കിൽ സൃഷ്ടാവിനെ നിഷേധിച്ചുകൊണ്ട് വിശ്വസിക്കാതെ പോകുന്ന ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്ക്. അവർക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങളെക്കുറിച്ചോ അവർക്ക് എന്താണ് പറയാനുള്ളത്? അപ്പം ഇവിടെ അവർ അന്യായമായി ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയല്ലാതെ അല്ലെങ്കിൽ വെറുതെ അതിനെ പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയല്ലാതെ ന്യായമായ ഒരു തെളിവും അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇനി അവിടെ നമ്മൾ പറഞ്ഞ പരിണാമം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിലോ, ഇനി ആയിക്കോട്ടെ പരിണാമം എന്ന് വിചാരിച്ചോ. ഇപ്പം മനുഷ്യൻ കുരങ്ങുന്നുണ്ടായി, അങ്ങനെയാണെങ്കിൽ കുരങ്ങ് എന്തുന്നുണ്ടായി, ഇനി അങ്ങനെ പോയിക്കോ. എത്ര പോയാലും എന്തു വേണം, തുടക്കമുള്ള ഏതൊരു കാര്യത്തിനും തുടക്കം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവണം. അപ്പോൾ ആരാണ് ആ അവസ്ഥക്ക് കാരണക്കാരനായവൻ? അപ്പോൾ അത് തുടക്കമില്ലാത്ത ഒരാളായിരിക്കണം, എന്നാലേ ഇത് സ്റ്റോപ്പ് ആവുള്ളൂ. അതാണ് സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ കേവല യുക്തി കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യത്തെയാണ് അവർ നിരാകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അന്നാ യുസ്റഫൂൻ. എന്നിട്ടും എന്തേ അവർ വ്യതിചലിക്കപ്പെടുന്നത്, വഴി തെറ്റിക്കപ്പെടുന്നത്? ഇനി സർഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് മാറുക, വഴി മാറുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അത് ഈ ചേഞ്ചിന് പറയും, എക്സ്ചേഞ്ച് എന്നുള്ളതിന് പറയും. അപ്പോൾ ഒരു ലക്ഷ്യസ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകുന്നതിന് പറയും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ അത് ഉപയോഗിക്കും. ഇനി അല്ലദീന കദ്ദബു, അല്ലദീന അവർ, കദ്ദബു കളവാക്കിയവർ, ബിൽ കിതാബി വേദഗ്രന്ഥത്തെ. അവിടെ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേദഗ്രന്ഥയിൽപ്പെട്ട് ജിൻസാണ്. അതായത് അൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം. അപ്പോൾ വേദഗ്രന്ഥം എന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഗ്രന്ഥയിൽപ്പെട്ട് അതിൽ അവസാനത്തേത് വിശുദ്ധ ഖുർആൻ. അപ്പം അല്ലദീന കദ്ദബൂ ബിൽ കിതാബ്. അപ്പോൾ ഖുർആനിലാകട്ടെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ എപ്പോഴും ഒരു പദം പൊതുവായി വന്നാൽ അത് ഖുർആൻ മാത്രമാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? പൊതുവായിട്ട് തന്നെ നിലനിർത്തുക. അപ്പോൾ എല്ലാ ഗ്രന്ഥവും അതിനെ കളവാക്കിയ ആൾക്കാരും അതിൽ പെട്ട്. അല്ലദീന കദ്ദബൂ ബിൽ എങ്ങനെ അല്ല അല്ലല്ല എല്ലാ കിതാബും ഖുർആനും അല്ലാത്ത, അതുകൊണ്ടല്ല അഹ്ലു കിതാബ് എന്ന് പറയുന്നത്, കിതാബിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കദ്ദബു ബിൽ കിതാബി, കിതാബിനെ കളവാക്കിയവർ, അത് മക്കാ മുശ്രിക്കുകളും പെട്ട് അതേപോലെ തന്നെ മുമ്പുള്ള നബിമാർ. അതാണ് തൊട്ട് ശേഷം പറയുന്നത് വബിമാ അർസൽനാ ബിഹി റുസുലന. നാം നമ്മുടെ മുർസലീങ്ങളെ നിയോഗിച്ചത് ഏതൊരു കാര്യത്തിനാണോ അല്ലെങ്കിൽ അവരെ നാം അയച്ചത് എന്തിനു വേണ്ടിയാണോ അതിനെയും കളവാക്കിയവർ. റുസുൽ എന്ന് പറഞ്ഞാൽ ജംഅ, റസൂൽ എന്നുള്ളതിൻ്റെ ജംഅാണ് എന്ത്, റുസുൽ. അപ്പം നമ്മുടെ പ്രവാചകന്മാർ ഇതിലെന്തുണ്ടെന്ന് വെച്ചാൽ മുവാസ എന്ന് പറയും. അതായത് ഈ കളവാക്കുന്ന ആളുകളിൽ നിന്നും നബിമാർക്ക് അല്ലാഹു തആല നൽകിയ മാനസികമായ ഒരു വലിയ പിന്തുണ ആയത്തിലുണ്ട്. കാരണം എന്താ, നമ്മുടെ പ്രവാചകന്മാരെ എന്ന് പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആലയാണ് എന്ത് പറയുന്നത്, പ്രപഞ്ച സൃഷ്ടാവാണ് പറയുന്നത് നമ്മുടെ മുർസലീങ്ങളെന്ന്. അപ്പോൾ അതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസവും അതേപോലെ തന്നെ ഒരു സ്ഥൈര്യം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ച ആൾക്കാർക്ക് സ്ഥൈര്യം നൽകും എന്ന് പറഞ്ഞില്ലേ, ഒരു ഉറപ്പ് നൽകും അവർക്ക്. അതാണ് റുസുലന. അതിൽ എന്താണെന്ന് വെച്ചാൽ കദ്ദബു ബിൽ കിതാബ് എന്ന് പറഞ്ഞാൽ അൽ കിതാബ് ലിൽ ജിൻസ്, അതായത് ഇനം, ഗ്രന്ഥം. അപ്പോൾ ആ ഏട് എന്നത് പറയാവുന്ന എല്ലാത്തിനും അതെന്ത് ചെയ്യുക, ഉപയോഗിക്കുക, അൽ ചേർത്ത് വരുമ്പോൾ.
അതാണ് അല്ലദീന കദ്ദബൂ ബിൽ കിതാബ്. അല്ല, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും. ജിൻസിനാവുമ്പം, ജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനത്തിനാവുമ്പോൾ അതിലെല്ലാം പെടും. അപ്പോൾ അവിടെ കുത്തുബെന്ന് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. മനസ്സിലായില്ലേ? അതായത് അല്ലദീന കദ്ദബൂ, അവർ അവിശ്വസിച്ചവർ, അവരവിശ്വസിച്ചു. അപ്പോൾ ഏത് കിതാബിനെ അവിശ്വസിച്ച ആൾക്കാർ, കാരണം ആ ആൾക്കാർക്ക് ഒരു കിതാബിൽ ഉണ്ടാവുക, അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കിതാബ് ഉണ്ടാവുക അവർക്ക് നിയോഗിക്കപ്പെട്ട, ആ കിതാബിൽ അവർ അവിശ്വസിച്ചു. അത് ആ കിതാബിനും പറയാം, ഖുറാനും പറയാം, സബൂറിനും പറയാം, ഇഞ്ചീലിനും പറയാം, എല്ലാത്തിനും പറയാം. കാരണം ജിൻസാണ്, അതിൻ്റെ ഇനാണ് വേദഗ്രന്ഥം എന്നുള്ളത്. അപ്പോൾ കദ്ദബൂ, അവർ കളവാക്കി. ആ കളവാക്കിയ ആൾക്കാർ ഒരു കിതാബിനായിരിക്കും കളവാക്കി ഉണ്ടാവുക, അവരുടെ കാലത്തുള്ള ഒരു കിതാബിനെ കളവാക്കി. വബിമാ അർസൽനാ ബിഹി റുസുലന, നമ്മളുടെ നബിമാരെ നിയോഗിച്ച് നാം അയച്ചതിനെയും, ഫസൗഫ യഅലമൂൻ, അവർ അറിയുക തന്നെ ചെയ്യും. ഇതെന്താണ്? തഹ്ദീദ്, താക്കീദാണ്. ഫസൗഫ യഅലമൂൻ, അവരറിയും എന്ന് പറഞ്ഞാൽ സാധാരണ അവർക്കൊരു കാര്യം അറിയാനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന പ്രയോഗമല്ല അത്, മറിച്ച് അവരറിയുക തന്നെ ചെയ്യും. തഹ്ദീദ് എന്ന് പറയും, അതായത് ശക്തമായ താക്കീത്താണ്. ഇപ്പം സാധാരണ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കാണിച്ചു തരാന്നൊക്കെ പറയില്ലേ, വിവരം അറിയുന്നൊക്കെ പറയില്ലേ, അതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ. ഇതിൽ അഗ്ലാലു ഫി അനാഖിഹിം, അഗ്ലാൽ അഥവാ ചങ്ങലകൾ, ഫി അനാഖിഹിം, അവരുടെ ഉനുക്ക്. എന്താ ഉനുക്ക് പറഞ്ഞാൽ? കഴുത്ത്. അപ്പോൾ അവരുടെ കഴുത്തുകളിൽ ഈ ചങ്ങലകൾ അണിയിക്കപ്പെടും. വസ്സലാസിൽ, സലാസിൽ ചങ്ങലനാണ്. ഈ അഗ്ലാലിനെ കുറിച്ചിട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതെന്താ വെച്ചാൽ, പല ഭാഷാപരമായ പണ്ഡിതന്മാർക്കിടയിൽ പല ചർച്ചയുണ്ട്. ഒന്ന്, അഗ്ലാൽ കുറച്ചും കൂടെ വലിയ ചങ്ങലകളും സലാസിൽ കുറച്ചും കൂടെ ഇതായിട്ട് വലുപ്പം കുറഞ്ഞ നീളമുള്ള ചങ്ങലകളും എന്നാണ്. ഒന്ന് കുറുകിയതും ഒന്ന് നീളമുള്ള പിന്നെ വലുപ്പം കുറഞ്ഞ ചങ്ങലകളും എന്നുള്ള. എന്നാൽ കുറച്ചും കൂടെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അഗ്ലാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിക്കപ്പെടുന്ന കണ്ണികളാണ്. അതായത് കയ്യാവട്ടെ കാലാവട്ടെ അതിൽ ബന്ധിക്കപ്പെടുന്ന കണ്ണികളാണ്. ബാക്കിയുള്ളത് അത് വലിച്ചിഴക്കപ്പെടുന്ന ഇതാണ് ഏത്? സലാസിൽ. അപ്പം എന്നാൽ വിശുദ്ധ ഖുർആൻ തന്നെ പലയിടങ്ങളിലും പല രൂപത്തിൽ ഈ അഗ്ലാലും സലാസിലും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ സലാസിൽ എന്നുള്ളത് കാലുകളിലും അതേപോലെ തന്നെ അഗ്ലാലി എന്നുള്ളത് കൈകളിലും അണിയിക്കപ്പെടുന്നതിനാണ് പൊതുവിൽ പറയാം. പക്ഷെ ഇവിടെ നമുക്ക് ഉനുക്കാണ് പറഞ്ഞത്, അവിടെ അഗ്ലാലും പറഞ്ഞിട്ടുണ്ട് സലാസിലും പറഞ്ഞിട്ടുണ്ട്. സിൽസില എന്നുള്ളത് അതിൻ്റെ മുഫ്രദ്, ചെയിൻ തന്നെയാണ് സിൽസിലിൻ്റെ അർത്ഥം, പരമ്പരക്ക് പറയുന്നുള്ളൂ. അതിനും സിൽസില എന്ന് പറയണതും സെയിം ചങ്ങല തന്നെയാണ്, കണ്ണി തന്നെയാണ്. അതായത് ആ പരമ്പരയുടെ കണ്ണി എന്ന അർത്ഥത്തിലാണ് സിൽസില എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിൽ അഗ്ലാലു ഫി അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ. ഇനി അതേപോലെ തന്നെ ഇതിലുള്ളൊരു അഭിപ്രായം എന്താ വെച്ചാൽ, ഈ കാലിനുള്ള എന്നുള്ളത് ഈ സലാസിൽ കാലിനുള്ളതും ബാക്കിയുള്ളത് മുകളിൽ കൈകളിലും കഴുത്തിലൊക്കെ അണിയിക്കപ്പെടുന്നതാണ് അഗ്ലാലെന്നും അഭിപ്രായപ്പെട്ടവർ ഇവിടെ എങ്ങനെ അവരിതിനെ വിശദീകരിച്ചത്? അവർ പറഞ്ഞു അൽ അഗ്ലാലു ഫി അനാഖിഹിം, അഗ്ലാൽ എന്താണ്? കഴുത്തുകളിൽ അണിയിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ വസ്സലാസിലു, ഈ സലാസിൽ എന്നതിൻ്റെ ഖബർ യുസ്ഹബൂൻ, ആ ചങ്ങലകൾ കൊണ്ട് അവർ വലിച്ചിഴക്കപ്പെടുന്നു. അപ്പം അവർ മുഖം നിലത്തുരസിക്കൊണ്ട് വലിച്ചിഴക്കപ്പെടുന്നു ചില സ്ഥലത്ത് എന്ത് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാലുകളിലാണ് ചങ്ങലകൾ എന്നൊക്കെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ വിശദീകരിച്ച ചില പണ്ഡിതന്മാരൊക്കെ അപ്രകാരം വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇതൊരു എന്താ പറയുക, വളരെ ശക്തമായ താക്കീത് നൽകുന്ന ആയത്താണ്. അതായത് അവരനുഭവിക്കാൻ പോകുന്ന ശിക്ഷയുടെ കാഠിന്യമാണ് അതെന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അവർ ചങ്ങലകളിൽ, അതാണ് ഖുദൂഹു ഫഗുല്ലൂഹു അറിയില്ലേ, അവനെ പിടികൂടൂ, ചങ്ങലകളിൽ അവനെ ബന്ധനസ്ഥനാക്കൂ, സുമ്മൽ ജഹീമ സല്ലൂ, എന്നിട്ട് നിങ്ങൾ അവനെ നരകാഗ്നിയിലേക്ക്
കൊണ്ടു ചെന്നെത്തിക്കുന്നു പറയുന്നില്ലേ എന്ന് പറഞ്ഞ അതേ പ്രയോഗം ആണ് ഇവിടെ പറഞ്ഞത്. അവരുടെ കഴുത്തിൽ ഭീമാകാരമായ ചങ്ങലകൾ അണിയിക്കപ്പെടും. ആ ചങ്ങലകളിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് അവരെങ്ങോട്ട് കൊണ്ടുപോകും? നരകത്തിലേക്ക് കൊണ്ടുപോകും. യുസ്ഹബൂൻ ആണ്, വലിച്ചിഴക്കുന്നതിനാണ് എന്തു പറയുക? സഹബ എന്ന് പറഞ്ഞാൽ വലിക്കുക എന്നാണ്. അപ്പോൾ വലിച്ചിഴക്കുക എന്നാണ്, ഐ യുജറു എന്നാണ്. ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള അർത്ഥത്തിലല്ല, വലിച്ചിഴച്ച് കൊണ്ടുപോകും. കാരണം നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പോകാൻ മനുഷ്യന് വല്ല താല്പര്യം ഉണ്ടാവുമോ? അപ്പം അവൻ്റെ എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടാൻ വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയും നിന്ദ്യനായി അവൻ നരകാഗ്നിയിലേക്ക് വലിച്ചേക്കപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് ജസദിയായ അദാബാണ്, ശാരീരികമായി ഏൽപ്പിക്കപ്പെടുന്ന അദാബ്. ഇനി പോകുന്ന നരകാഗ്നിക്കുമാണ്. അതേപോലെ തന്നെ മാനവിയായ അദാബുദിയിലുണ്ട്. ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് സൗമ്യമായി കൂട്ടിക്കൊണ്ടുപോവല്ല. അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അവൻ അനുഭവിക്കുന്ന ആ ശിക്ഷയുടെ ആഴം ആണ് യുസ്ഹബൂൻ, വലിച്ചിഴക്കപ്പെടും എന്ന് പറഞ്ഞത്. ഒരു കരുണയും അവർക്ക് അന്നേ ദിവസം ലഭിക്കുകയില്ല. നിഷേധികൾ, പ്രപഞ്ച സൃഷ്ടാവ് എല്ലാ അനുഗ്രഹവും ചെയ്തു തന്നിട്ട് അതിനെ നിഷേധിച്ച് പരിഹസിച്ച് നിഷേധികളായി എല്ലാ അനുഗ്രഹവും കൺമുന്നിൽ കണ്ടിട്ട് അവൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാതെ നിഷേധിയായി ജീവിച്ചൊരു മനുഷ്യന് അവൻ്റെ മസീർ അവസ്ഥയാണ് പറയുന്നത്. ഫിൽ ഹമീമി, അവർ ചെന്നെത്തുന്നത് ഹമീമിലേക്കാണ്. അതായത് കത്തിജ്വലിക്കുന്ന നരകാഗ്നി. അതിലൊരു ഈ നരകത്തിലെ പാനീയം അല്ലെങ്കിൽ ഈ എന്താ പറയുക, തീ കൊണ്ടുള്ള തടാകം അല്ലെങ്കിൽ വെട്ടിത്തിളക്കുന്ന വെള്ളത്തിൻ്റെ തടാകം എന്നൊക്കെ വേണമെങ്കിൽ ഈ ഹമീമിന് പറയാം. അത്രയും കഠിനമായ, അതാണ് ഇവിടെ എന്ത് പറയുന്നത്, യുസ്ഹബുൻ ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി, അവർ ഹമീമിലേക്ക് പ്രവേശിക്കപ്പെടും. എന്നിട്ട് പറയാണ് സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, എന്നിട്ട് അവർ നരകാഗ്നിയിൽ കത്തിയെരിക്കപ്പെടും. ഈ കത്തിയെരിക്കുന്നതിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിതം, അതായത് ജീവിതം എന്ന അർത്ഥത്തിലുള്ളൊരു ജീവിതമില്ല, എന്നാൽ ഈ ശിക്ഷൻ്റെ കാഠിന്യം കൊണ്ട് ഇവനൊന്ന് മരിച്ചു പോവും, അതുമില്ല. അത്ര കഠിനമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി, ആദ്യം ഹമൂമിലേക്ക്. ഈ നരകത്തിന് വ്യത്യസ്ത തട്ടുകളുണ്ട്. ഒന്ന് ദർക്കിൽ അസ്ഫല്, അതാണ് ഏറ്റവും അടിത്തട്ട് എന്ന് പറഞ്ഞത്. അവിടെ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. അപ്പം ഒന്നുകിൽ ആ തട്ടുകളായിരിക്കാം ഈ പിന്നെ സമൂമ് ഹമീമ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നു ഓരോരോ തട്ടുകൾ. ഏതായാലും ഈ ഹമീമിനേക്കാളും കാഠിന്യമേറിയതാണ് ഫിന്നാർ, സുമ്മ ഫിന്നാർ. ആദ്യം ഹമീമിലേക്കും സുമ്മ ഫിന്നാർ, ശേഷം അതികാഠിന്യമുള്ള നരകാഗ്നിയിലേക്കും യുസ്ജറൂൻ, അവർ കത്തിയെരിക്കപ്പെടും. കാരണം എന്താ? വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളും മനുഷ്യരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലെ പാനീയത്തിന്, അതാ ഞാൻ പറഞ്ഞത്, ഈ വെട്ടിത്തിളക്കപ്പെടുന്ന വെള്ളം, അതിന് ഹമീം എന്ന് പറയും. കെഗല്യിൽ ഹമീം എന്ന് പറഞ്ഞല്ലോ, ഹമീം തിളക്കുന്ന പോലെയുള്ള, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കെഗല്യിൽ ഹമീം, ഹമീം വെട്ടിത്തിളക്കുന്ന പോലെ. അപ്പം ഈ പക്ഷെ അത് നരകത്തിൻ്റെ ഓരോ തട്ടുകളാകാം, മനസ്സിലായില്ലേ? ഹമീമ്, സമൂമ്, അങ്ങനെ ഓരോ ഇത്. അതേപോലെ തന്നെ ദർക്കിൽ അസ്ഫല്, ഏറ്റവും അടിത്തട്ട് എന്നൊക്കെ ഉള്ളത്. ഏതായാലും ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, ഈ ഹമീമിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് നൽകുക? വെള്ളം നൽകുക. അത് അവർക്ക് ഒരർത്ഥത്തിൽ ദാഹം മാറ്റൂല എന്ന് മാത്രമല്ല,
അങ്ങേയറ്റം, അതായത് കുടിക്കുമ്പോൾ അവൻ്റെ ശരീരം മുഴുവനും കത്തിപ്പോകുന്ന രൂപത്തിലുള്ള തിളച്ച വെള്ളം, അങ്ങനെയുള്ള പാനി, അതാണ് എന്ത് ഹമീം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഹമീമിനും സമൂമിനൊക്കെ ഇടയിൽ ഇവരെ ഈ നരകത്തിലെ കാവൽക്കാർ ഈ വ്യത്യസ്തങ്ങളായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഹമീമിലേക്ക്, അതേപോലെ സമൂമിലേക്ക്, അതേപോലെ തന്നെ ഈ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക്. അതാണ് വദില്ലിൻ മിൻ യഹ്മൂം, അവിടുത്തെ തണൽ പോലും അഗ്നിയാണ്. ദില്ല്, അവർക്ക് തണൽ വേണമെന്ന് പറയുമ്പോൾ തണൽ കൊടുക്കും. എന്താ, തണൽ പോലും ചൂടാണ്, അഗ്നിയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതാണ് ഒരു 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 തണുപ്പിൻ്റെ ഒരു അംശം പോലും കിട്ടൂല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഐ മുത്തസില ഇതിൽ അഗ്ലാലു ഫി അഅനാഖിഹിം വസ്സലാസിലു ഐ മുത്തസിലതൻ ബിൽ അഗ്ലാലി ബിഐദി സബാനിയ, സബാനിയാക്കളുടെ കയ്യിൽ ഇവർ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് ഈ സനദു സബാനിയ എന്ന് പറയില്ലേ, അള്ളാഹു തആല സബാനിയാക്കളെ അവരുടെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കും, അവരെ വിളിക്കും, അവരാണ് ഇവരെ കൈകാര്യം ചെയ്യുക, ഈ സബാനിയാക്കൾ. അപ്പം ഈ അവരുടെ കൈവശമായിരിക്കും യസ്ഹബൂനഹും അല വുജൂഹിഹിം, അവരുടെ മുഖം നിലത്ത് ഉരസിക്കൊണ്ട് അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. ഈ നിഷേധികളായ ആളുകളെ കാത്തിരിക്കുന്ന ശിക്ഷയാണ്. താറത്തൻ ഇലൽ ഹമീം, ചിലപ്പോൾ ഹമീമിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് അത് അനുഭവിപ്പിക്കും. ഒതാറത്തൻ ഇലൽ ജഹീം, അപ്പോൾ വെട്ടിത്തിളക്കുന്ന ഈ നരകത്തിലെ പാനീയം അല്ലെങ്കിൽ വെള്ളത്തിലേക്ക്, അതുപോലെ താറത്തൻ ഇലൽ ജഹീം, അല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന തീജ്വാലയിലേക്ക്, നരകാഗ്നിയിലേക്ക്. അല്ലാഹു കാത്തു രക്ഷമാറാകട്ടെ. വലിഹാദ ഖാല അല്ലാഹു തആല യുസ്ഹബൂന ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി, അതുകൊണ്ടാണ് ഹമീമിലേക്ക് ഇഴക്കപ്പെടും, പിന്നീട് നാറിയിലേക്ക്, അഗ്നിയിലേക്ക് ഇഴക്കപ്പെടും എന്ന് പറഞ്ഞത്. അതായത് നരകത്തിൽ ശിക്ഷ അനുഭവിക്കും, വ്യത്യസ്തങ്ങളായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്നർത്ഥം. എന്നാൽ അവർക്ക് കാരുണ്യം ലഭിക്കുകയില്ല. എന്നിട്ട് പറയാം, സുമ്മ ഖീല ലഹും, എന്നിട്ട് അവരോട് ചോദിക്കപ്പെടും, ഐനമാ കുൻതും തുശ്രികൂൻ, നിങ്ങൾ പ്രപഞ്ച സൃഷ്ടാവിൽ പങ്കു ചേർത്തുകൊണ്ടിരുന്ന പങ്കുകാരെവിടെ പോയി? അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഷിർക്കാകുമെന്ന് ഭയപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം. നമ്മളൊന്ന് ആലോചിക്ക്, ഈ ജാറത്തിലും ഇതിലൊക്കെ പോകുന്ന ആൾക്കാർ ന്യായീകരിച്ച്, അതായത് ആദ്യം പറയും ഞങ്ങൾ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് വസീലാക്കുന്നുള്ളൂ എന്നറിയും. പിന്നെ കുറേ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അവരെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയും. പിന്നെ കുറേ കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരോട് പ്രാർത്ഥിക്കാം. മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു, അവർ പിന്നെ സാധാരണ എന്തെങ്കിലും വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇലാഹുമാരോട് പോയിട്ട് പറയും. എന്നാൽ ഒരു രക്ഷയില്ല, പടച്ചോനേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുന്നൊരു ഘട്ടം വന്ന പോലെ ആരെ വിളിക്കും? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ മാത്രം, വേറെ ആരും പങ്കു ചേർക്കാതെ വിളിക്കും. അപ്പോൾ അതും അവർക്ക് അറിയാം, ഇനി ഇതേ ഒരു കൗമിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. സാധാരണ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പടച്ചവനോട് പറയും, പെട്ടെന്ന് എന്തെങ്കിലും അവിടത്ത് പെട്ടല്ലോ അതിരിങ്ങളെ എന്നറിയും. ഇത് ചില്ലറ സംഭവമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതിൻ്റെ അവസ്ഥ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് സാധാരണ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യാ അള്ളാഹ് പടച്ചോനെ ഒക്കെ പറയുന്ന ആൾക്കാർ പെട്ടെന്ന് ഇപ്പോൾ കാറോ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിലൊക്കെ പോകുമ്പോൾ എന്താ വിളിക്കുക? പെട്ടെന്ന് ബദരീങ്ങളെന്ന് വിളിക്കും. വളരെ ഗുരുതരമായ കാര്യമാണത്, വളരെ അങ്ങേയറ്റം ഗുരുതരമായ കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിഷമഘട്ടങ്ങളിൽ അവനെ സഹായിക്കാൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അമ്മ യുജീബുൽ മുത്തറായ വിഷമഘട്ടത്തിൽ ഒരു നിർവാഹമില്ലാതെ നിൽക്കുന്ന മനുഷ്യൻ വിളിച്ചാൽ വിളിക്കുത്തരം, ഇദാ ദആഹു, അവനെ വിളിച്ചാൽ വിളിക്കുത്തരം നൽകാൻ. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദആഹു വയക്ഷിഫു സൂ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്, പടച്ചോന് പുറമെ ആ അവസ്ഥയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ അല്ലാത്ത
മറ്റു വല്ല ആരാധ്യന്മാരും നിങ്ങൾക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. പടച്ചോൻ പറയാണ് ഉദൂനി അസ്തജീബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? എല്ലാ മഖ്ലൂഖീങ്ങളെടുത്തും പോയിട്ട് സഹായം അഭ്യർത്ഥിക്കുക. അതാണ് ഉലായിക്കല്ലദീന യദ്ഊന, ആരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഖുർആൻ പറയാം അവരോടുള്ള അവർ ചെയ്യുന്നതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയാം ഉലായിക്കല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. ആരെയാണ് ഇവർ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? ആരോടാ പ്രാർത്ഥിക്കുന്നത്? അവരെന്നെ പടച്ചോൻ്റെ വല്ല സഹായം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നവരാണെന്ന്. എന്നിട്ട് അവരോടാ ഇവർ പോയിട്ട് എന്ത് ചെയ്യുന്നത്? സഹായം ചോദിക്കുന്നത്. ആ മനുഷ്യന്മാർക്ക് തന്നെ പടച്ചോൻ്റെ ഒരു സഹായം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് അവർ. കാരണം അവർക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ അവരുടെ സ്വന്തത്തെ സഹായിക്കുമായിരുന്നു. അതാണ് സുമ്മ ഖീല ലഹും ഐനമാ കുൻതും തുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർത്തവരെവിടെ? ഇത് ആരാ ചോദിക്കുക? അനവധി വചനങ്ങളിൽ അള്ളാഹു തആല തന്നെ ചോദിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അനൽ മലിക്കുൽ യൗം, ഇന്നത്തെ രാജാധികാരം എനിക്കാണ്. ഐന മുലൂക്കുദ്ദുനിയ, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ പോയി? അധികാരികൾ എവിടെ പോയി? ആർക്കാ ഇന്നത്തെ ദിവസം സംസാരിക്കാൻ ധൈര്യമുള്ളത്? ആരും സംസാരിക്കൂല. മലക്കുകൾ പോലും സംസാരിക്കുകയില്ല, അവർക്ക് എന്ത് കിട്ടിയാലല്ലാതെ, അനുമതി ലഭിച്ചാലല്ലാതെ. മാത്രമല്ല അള്ളാഹ് ഐന ശുറകാഇയല്ലദീന കുൻതും തസ്ഉമൂൻ, അനവധി വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എനിക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന പങ്കുകാരെവിടെ പോയി? അവരെ കൊണ്ടുവരൂ എന്ന് അള്ളാഹു തആല അവരോട് ആവശ്യപ്പെടും എന്നാണ്. അപ്പം അങ്ങനെ ചോദിക്കപ്പെടും. എന്നിട്ട് പറയാൻ മിൻ ദൂനില്ല തുശ്രികൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമേ നിങ്ങൾ പങ്കു ചേർത്തിരുന്ന അവർ. അപ്പം ഇവർ പറയും ഖാലു ضلൂ അന്നാ, ضلൂ നഷ്ടപ്പെട്ടു പോയി, കൈയൊഴിഞ്ഞുപോയി, അന്നാ ഞങ്ങളിൽ നിന്നും അവർ കൈയൊഴിഞ്ഞ് പോയി. കാരണം അവരെന്തു പറയും? ആരാ നിങ്ങളോട് ഞങ്ങൾ ആരാധിക്കാൻ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോട് ഞങ്ങൾ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ? നല്ല ആൾക്കാർ കൈയൊഴിഞ്ഞു പോകും. ഇനി നല്ല ആൾക്കാരല്ലാത്ത അത് അംഗീകരിച്ച ആൾക്കാർ ഇവരെ കൂടെ ഓരും പോകും ഇവിടേക്ക്, നരകത്തേക്ക്. അപ്പോൾ അവരോട് ഇവർ പറയും ഇവർ കാരണം ഞങ്ങൾ വഴി പിഴച്ച് ഇവർ കുറച്ച് ശിക്ഷ അധികം കൊടുക്കണം. അപ്പോൾ ഇവർ പറയും നിങ്ങളും ഞങ്ങളൊക്കെ നരകത്തേക്ക് തന്നെ പോകുന്നത്. ഖദ് ഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്നല്ലേ, ഞങ്ങൾ നിങ്ങളോട് പിന്തുടരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്നിവർ തിരിച്ച് ചോദിക്കും ചെയ്യും. അനവധി വചനങ്ങൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതാണ് ضلوا عنا بل لم نكن ندعو من قبل شيئا. എന്നിട്ട് ഇവർ അവിടെ ഒരു നിഷേധിക്കാനുള്ള ശ്രമം, കാരണം വേറൊരു വഴിയില്ല എന്ന് കാണുമ്പോൾ ലം നകുൻ, ഞങ്ങളായിരുന്നില്ല, നദ്ഉ മിൻ ഖബ്ലു ഷൈഅ, മുമ്പ് ഞങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല എന്ന് അവിടെ വെച്ച് നിഷേധിക്കും. ആ നിഷേധം കൊണ്ട് വല്ല കാര്യം അവർക്കുണ്ടാവുമോ? കദാലിക യുദില്ലുല്ലാഹുൽ കാഫിരീൻ, സത്യനിഷേധികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴികേടിലാക്കുന്ന, അപ്രകാരമത്ര വഴികേടിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴികേടിലേക്ക് അകപ്പെട്ടു പോകുന്ന ആ മനുഷ്യന്മാർ അവരുടെ വഴികേട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് അപ്രകാരമത്രേ. പടച്ച റബ്ബ് അവർക്ക് വല്ല സഹായവും നൽകുമോ? നൽകൂല. അള്ളാഹു അവരെന്ത് ചെയ്യും? കൈയൊഴിയും. ആര് കൈയൊഴിഞ്ഞ പോലെ? അവരാരെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചവർ അവരൊക്കെ ഇവരെ കൈയൊഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവരെ കൈയൊഴിയും. മാത്രമല്ല അപ്രകാരമാണ് നിഷേധികളായ, അഹങ്കാരികളായ, സത്യത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കാത്ത ആളുകൾ. നേരെ മറിച്ചിട്ട് സത്യത്തെ ആഗ്രഹിക്കുന്ന മനുഷ്യനാണെങ്കിലോ അള്ളാഹു തആല എന്താ പറഞ്ഞത്? അയാൾക്ക് നാം നേർമാർഗം കാണിച്ചു കൊടുക്കും. സത്യത്തെ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു വരികയാണെങ്കിൽ പടച്ച റബ്ബ് അയാൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ എനിക്ക് പടച്ച റബ്ബെ എനിക്ക് സത്യം മനസ്സിലാക്കണം, ഏകനായ സൃഷ്ടാവിനോട് അവൻ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുക. അനവധി വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. എന്നിട്ട് പറയാം അവസാനത്തെ ഡയറക്റ്റ് മീനിങ്ങുള്ളായത്താണ് ذَلِكُمْ بِمَا كُنْتُمْ تَفْرَحُونَ فِي الْأَرْضِ بِغَيْرِ الْحَقِّ وَبِمَا كُنْتُمْ تَمْرَحُونَ. ذَلِكُمْ, അത് ഏത്? ആ ശിക്ഷ ലഭിച്ചത്, ഈ അവസ്ഥയൊക്കെ നിങ്ങൾക്കുണ്ടായത്, ذَلِكُمْ ആ അവസ്ഥക്ക് കാരണമായി തീർന്നത്.
ബിമാ കുൻതും തഫ്റഹൂന ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ഒരുപാട് സന്തോഷിച്ചു. സന്തോഷിക്കണതിന് എന്താ കുഴപ്പം? പക്ഷേ തഫ്റഹൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, ഹക്കല്ലാത്ത കാര്യം കൊണ്ട് സന്തോഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലാലിനെ ഹറാമാക്കി, ഹറാമിനെ ഹലാലാക്കി, പടച്ച റബ്ബിനെ വിശ്വസിക്കേണ്ടതിന് പകരം നിഷേധിച്ചു, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു, ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പോയി. അതാണ് ബിഗൈരിൽ ഹക്കല്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ അവർ സന്തോഷിച്ച് എങ്ങനെ? ഹറാമാണ്, ചെയ്യരുത്, നിഷിദ്ധമാണ്, മനുഷ്യനത് പ്രപഞ്ച സൃഷ്ടാവ് അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ പക്ഷെ എന്ത് ചെയ്തു? ചെയ്തു കൂട്ടി. ചെയ്യണം എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അഗതികളെ സംരക്ഷിക്കണം, അനാഥകളെ സംരക്ഷിക്കണം, ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ അവനിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിക്കണം, അങ്ങനെ പറഞ്ഞ ഒരുപാട് കൽപ്പനകളുണ്ടായിരുന്നു. ആ കൽപ്പനകളൊന്നും എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. അവൻ്റെ അമ്പിയാക്കളെയും മുർസലീങ്ങളെയും വിശ്വസിക്കുകയും ആ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അത് അവർ ചെയ്തില്ല. അതാണ് ബിഗൈരിൽ ഹഖ്, ഹക്കല്ലാത്ത രൂപത്തിൽ നിന്ന്. വബിമാ കുൻതും തംറഹൂൻ, അതുപോലെ നിങ്ങൾ മതിമറന്ന് ആഹ്ലാദിക്കുകയും ചെയ്തത് കാരണത്താൽ. മറഹ്, അതാണ് ലുക്മാൻ നബി എന്താ പറഞ്ഞത് മോനോട്? വലാ തംശി ഫിൽ അർദി മറഹ, അതിര് വിട്ട് നീ ഭൂമിയിലൂടെ അഹന്തയോടുകൂടി എന്ത് ചെയ്യരുത്? നടക്കുകയും ചെയ്യരുത്. ഈ ബത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹക്കിനെ നിഷേധിച്ചുകൊണ്ട് അതിൽ അഭിമാനം നടിച്ചിട്ട് സന്തോഷിച്ച് നടക്കുക. അങ്ങനെയുണ്ടല്ലോ, ഒരു നന്മയെ നിഷേധിക്കുക മാത്രമല്ല, ആ നന്മയെ പരിഹസിക്കുക, എന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുക. അതാണ് ഈ പറഞ്ഞ ബിമാ കുൻതും തംറഹൂൻ എന്ന് പറഞ്ഞത്. അവർക്കൊക്കെയുള്ള ശിക്ഷൻ്റെ ഒരു ആഴെന്തായിരിക്കും? മാത്രമല്ല, ഈ നരകാഗ്നിയെക്കുറിച്ച് പറയുമ്പോണ്ടല്ലോ, കിബിർ ഹൃദയത്തിലുള്ള ആൾക്കാരായിരിക്കും. ഈ നരകത്തിലുള്ള ആൾക്കാരൊക്കെ ഒന്നല്ലെങ്കിൽ വേറെ രൂപത്തിൽ അവരുടെ ഹൃദയത്തിൽ, കാരണം സ്വർഗത്തിൽ ഒരിക്കലും കിബിറിൻ്റെ ഒരു അണിമണിത്തൂക്കം പോലുള്ള ആൾ എവിടെ പ്രവേശിക്കൂല? സ്വർഗത്ത് പ്രവേശിക്കൂല. അപ്പം നരകത്ത് പ്രവേശിക്കുന്ന ആൾ നേരെ തിരിച്ചായിരിക്കും. ഒരു അണുമണിത്തൂക്കെങ്കിലും കിബിർ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ സത്യത്തെ നിഷേധിക്കാൻ അവന് കഴിയില്ല. അതാണ് ഇവിടെ ഉദ്ഖുലു അബ്വാബ ജഹന്നം, നരകത്തിൻ്റെ അബ്വാബ് എന്താ അതിൻ്റെ അർത്ഥം? ബാബുകൾ, വാതിലുകൾ. അപ്പോൾ അതിനെന്ത് മനസ്സിലായി? നരകത്തിന് ഒരു കവാടമല്ല, വ്യത്യസ്ത കവാടങ്ങളുണ്ട്. അപ്പോൾ ഓരോ രൂപത്തിലുള്ള ആൾക്കാർക്ക് അവർ പ്രവേശിക്കുന്നതായ കവാടങ്ങളും ഇടങ്ങളുമുണ്ട്. ഉദ്ഖുലു അബ്വാബ ജഹന്നം, നരകത്തിൻ്റെ കവാടങ്ങളിൽ നിങ്ങൾ പ്രവേശിച്ചുള്ളൂ. എത്ര കവാടമുണ്ട് നരകത്തിന്? സ്വർഗത്തിനല്ല, നരകത്തിന് 7. ലഹ സബ്അതു അബ്വാബ്, വിശുദ്ധ ഖുർആനിൽ അതിന് 7 കവാടങ്ങളുണ്ട്. ഖാലിദീന ഫീഹ, അവരതിലെന്തായിരിക്കും? നിത്യവാസികളായിരിക്കും. ഈ ഖുലൂദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ആപേക്ഷികമായ നിത്യവാസം, അതായത് ഒരുപാട് കാലത്തേക്ക് എന്നുള്ള അർത്ഥത്തിലും പറയും, നിത്യമായിട്ട് ശാശ്വതമായി എന്നുള്ള അർത്ഥത്തിലും പറയും. ഇതിലെന്താ വെച്ചാൽ, നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നവരിൽ ഈ 2 അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവാം. എന്നാൽ സത്യനിഷേധിയാണെങ്കിൽ ഖാലിദീന ഫിഹ അബദൻ തഅബീദ്, നിത്യം ശാശ്വതമായ വാസിയായിരിക്കും എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാട്ടെ. ഉദ്ഖുലു അബ്വാബ ജഹന്നം ഖാലിദീന ഫിഹ, ജഹന്നം എന്നുള്ളത് നരകത്തിൻ്റെ നാമങ്ങളിലെ ഒരു നാമമാണ്. ജഹീം, ജഹന്നം, നാറ്, അങ്ങനെയുള്ള ഒരുപാട് നരകത്തിൻ്റെ പേരുകളിൽ ഒരു പേരാണെന്ത്? ജഹന്നം. ജഹന്നം എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്നത് എന്നാണ്. ഖാലിദീന ഫിഹ ഫബിഅസ മസ്വൽ മുതകബ്ബിരീൻ, സത്യനിഷേധികളായ അഹങ്കാരികളുടെ മസ്വ, വാസസ്ഥലം, സങ്കേതം. ബിഇസ, എന്താ ബിഇസ എന്ന് പറഞ്ഞാൽ? ബിഇസ, മോശം, അങ്ങേയറ്റം മോശമാണ് എന്നർത്ഥം. അപ്പോൾ അത് എത്ര മോശമത്രേ. അപ്പോൾ ഒരു മനുഷ്യനോട് അള്ളാഹു തആല ഇത് ഇത്രയും ലളിതമായി, സൂറത്ത് ഗാഫിർ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇപ്പോൾ അതിലത്തെ ഓരോ വചനങ്ങൾ പഠിച്ചപ്പോൾ എത്രമാത്രം നമ്മളെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളെ വിശ്വാസത്തിൽ അത്രയും സ്ഥൈര്യം നൽകുന്ന, ഈമാൻ നൽകുന്ന, ഏകദൈവ വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിക്കുന്ന
വചനങ്ങളാണ്. കാരണം എന്താ? അള്ളാഹു താല മനുഷ്യനോട് പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ റബ്ബിനെ നീ ആരാധിക്ക്. അത് നീ നിഷേധിക്കുന്ന പക്ഷേ ഈ പറഞ്ഞ അവസ്ഥയായിരിക്കും നിനക്ക് ഉണ്ടാകുക. ഇനി ആ റബ്ബിനനുസരിച്ച് ജീവിച്ച അവിടെ വല്ല പ്രശ്നവും അവനുണ്ടാവുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? ഇല്ല. അവൻ്റെ ജീവിതം കൂടുതൽ നന്നാകുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കി നോക്കിയിട്ട് അവസാനിപ്പിക്കാം.